ആ തകർന്ന പൊളിഞ്ഞ കെട്ടിടത്തിനകത്തേക്ക് പാര കൊണ്ടിടിച്ച് പൊളിച്ചകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ജീവൻ്റെ സാന്നിധ്യമാണ് എന്നിപ്പോഴും ഉറപ്പില്ല. പ്രജിൻ സി കണ്ണൻ കൃഷ്ണചെറിയൻ ചേരുന്നു. പ്രജിൻ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരിയ എന്തെങ്കിലും സൂചന പോലും നമുക്ക് വലിയ വലിയ പ്രതീക്ഷയാണ്. കാര്യം നമ്മൾ അത്രത്തോളം ആഗ്രഹിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഒരു പ്രാണനെങ്കിലും അവിടെ രക്ഷപ്പെട്ടിരുന്നെങ്കിലെന്ന്. ഇപ്പോഴും ഒന്നും പറയാറായിട്ടില്ല. അവിടെ പരിശോധന നടക്കട്ടെ, അല്ലേ പ്രജി? തീർച്ചയായിട്ടും ഈ മണ്ണിനടിയിൽ ഇത് 4-ാം ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 4-ാം ദിനത്തിൽ ഈ രീതിയിലൊരു സിഗ്നൽ ലഭിക്കുന്നു എന്ന് പറയുന്നത് പ്രതീക്ഷ പകരുന്നതാണെങ്കിലും അതേസമയം ഇത്രയും നാൾ മണ്ണിനടിയിൽ ഇങ്ങനെ ഈ രീതിയിൽ നിലയിൽ തുടരാൻ കഴിയുമോ ഒരാൾക്ക് എന്ന ഒരു വലിയ ചോദ്യം മറുഭാഗത്ത് ഉണ്ട്. നേരത്തെ തന്നെ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലൻ സാർ പറഞ്ഞതനുസരിച്ച് ഈ രീതിയിൽ ഒരുപക്ഷെ ഈ എന്താണ് പറയുക, മണ്ണിനടിയിലുള്ള മറ്റെന്തെങ്കിലും ജീവികളാവാം, അതുമാവാം, ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഷെഫീദ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. പക്ഷേ അതെന്താണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, കൂടുതൽ പഠനം അതിൽ നടത്തേണ്ടതുമുണ്ട്. എന്നാലും ആ മേഖല കേന്ദ്രീകരിച്ച് നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ അടുത്ത തിരച്ചിൽ ആ മേഖല കേന്ദ്രീകരിച്ച് തന്നെ ആയിരിക്കും. അവിടെ കുഴിച്ചും മണ്ണ് മാറ്റിയും മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചും ഒക്കെയുള്ള പരിശോധനയായിരിക്കും ഇനി അടുത്ത മിനിറ്റുകളിൽ നടക്കാൻ പോകുന്നത്. ആ പ്രതീക്ഷ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ദൗത്യസംഘത്തിൻ്റെ തെരച്ചിൽ നടക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ നേരത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ കുറച്ചു സമയം കൂടി ആ മേഖലയിൽ തന്നെ ആൾക്കാർ തിരയാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമുക്ക് അനുമാനിക്കാം. മറുഭാഗത്ത് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാർ പറയുന്ന പല വിവരങ്ങളും അത് ദൗത്യസംഘത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. അവർ പറയുന്നത് അനുസരിച്ച് ചില മേഖലകൾ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മുണ്ടക്കൈയുടെ താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ഈ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തിന് ചുറ്റുമുള്ള പലയിടങ്ങളിലും ഇപ്പോഴും വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളുണ്ട്. അവിടേക്കൊക്കെ ആൾക്കാർ ഓടിപ്പോയിട്ടുണ്ടാകാം. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നലെ രാത്രിയും ഒക്കെ കണ്ടതാണ്. പല ആൾക്കാരും ഓടി രക്ഷപ്പെട്ടു പോയത് ഈ വനപ്രദേശത്തേക്കാണ്. അവിടെ കാട്ടിൽ കഴിയുന്ന ആൾക്കാരെ ഇന്ന് രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കാട്ടിലൂടെ നടന്ന് ഒരുപാട് പരിചയമുള്ള ആൾക്കാർ ജനവാസ മേഖലയിൽ തിരികെ എത്തിയിട്ടുമുണ്ട്. അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇന്ന് ഈ ചാലിയാറിൻ്റെ ഭാഗത്തുള്ള തെരച്ചിൽ സമയത്ത് ഈ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് ഈ വനമേഖല കൂടി കേന്ദ്രീകരിച്ചാണ്. അതിന് മുകളിലൂടെയും ഡ്രോണുകൾ പറത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ള തെരച്ചിൽ ഈ മേഖലയിലും ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കൂടി നടത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ വനമേഖലയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? കാരണം അവിടെയൊന്നും ഉൾക്കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തുക അത് എളുപ്പമുള്ള കാര്യമല്ല. അത് പ്രദേശവാസികളാണെങ്കിൽ പോലും അത് ഈ ഘട്ടത്തിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അവിടെ മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യാനോ അവരെ ബന്ധപ്പെടാനോ ഒന്നും സൗകര്യങ്ങളും ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലേക്ക് കൂടി ആൾക്കാർ പോയി തിരയാനുള്ള ശ്രമത്തിലേക്ക് ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ കടന്നേക്കാം, അല്ലെങ്കിൽ നാളെയൊക്കെ നമ്മളത് ആ വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലേക്ക് ഇന്ന് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റി മുന്നോട്ട് പോകാൻ ഈ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമുക്ക് പ്രതീക്ഷ പകരുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഇന്നിപ്പോൾ ഈ ആദിവാസി കുടുംബങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയെടുത്തതുപോലെ ഈ ഉൾക്കാട്ടിലൊക്കെ ഏതെങ്കിലും ഇടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിൽ, അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ആശ്വാസ വാർത്ത തന്നെയാകും. അവരെ കണ്ടെത്താൻ കഴിയട്ടെ, ആ പ്രതീക്ഷ കൂടി ഉണ്ട്. മറ്റൊന്ന് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് എന്താണ്, എവിടെയാണ്, എന്താണ് പേര് എന്ന് പോലും പറയാൻ അത്രയും ആയിട്ടില്ലാത്ത, അത്രയും പ്രായം കുറഞ്ഞ 3-4 വയസ്സൊക്കെയുള്ള കുട്ടികളുണ്ട് ക്യാമ്പുകളിൽ നിന്നാണ്. അവരുടെ അച്ഛനമ്മമാരുടെ പേരറിയില്ല, അവർ എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. അത്തരം വിവരങ്ങൾ അത് നമ്മളെ അത്രയധികം വേദനിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റു ക്യാമ്പുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കളെ ഒന്നും ആർക്കും അറിയില്ല എന്ന വിവരം ലഭിക്കുമ്പോൾ എന്താണ് ചെയ്യുക, എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ നമ്മൾ ഈ ക്യാമ്പുകളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരുടെ കാര്യം. അവരിൽ പോലും ഇതുപോലെ ആരെന്നോ എവിടെ നിന്നോ അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്നാണ് പറയുന്നത്. മേപ്പാടി സിഎസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നും കഴിഞ്ഞ 3 ദിവസങ്ങൾ കണ്ടതുപോലെ ഇന്നും ഈ ആംബുലൻസുകൾ വരുമ്പോൾ അതിന് പിന്നാലെ പായുന്ന കുറേ മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ ആ ആംബുലൻസിനകത്ത് എന്ന് തിരയുകയാണ് അവർ. അതല്ല എന്നറിയുമ്പോൾ അവരുടെ വിലാപം ഒരിക്കൽ കൂടി ഉയർന്നു കേൾക്കാം അവിടെ നിന്നും. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ ദുരന്തത്തിൻ്റെ ബാക്കി ചിത്രങ്ങളായി ആ മേഖലയിൽ തന്നെ ഉണ്ട്. അത് അവരെ ആശ്വസിപ്പിക്കുക നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുന്നതല്ല. പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പലരും ഇതിനോടകം തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ എല്ലാം കണ്ണുനീരും വറ്റി ആ രീതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ഉറച്ച മനസ്സോടുകൂടി എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ മുന്നോട്ട് വരുന്നുണ്ട്. അവർ പറയുമ്പോഴാണ് എത്രമാത്രം ഭീകരമായിരുന്നു അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുക. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 8.5 കിലോമീറ്റർ ദൂരത്തേക്ക്, അതായത് ഈ പൊട്ടിയൊലിച്ച് വന്ന ഉരുൾ അതെത്തിയത് 8.5 കിലോമീറ്റർ പ്രദേശത്താണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. മാത്രമല്ല ഒരു നാടിനെ ഒന്നാകെ ഒരു വലിയ പിളർന്നു നിൽക്കുന്ന ഒരു വലിയ
രാക്ഷസ രൂപമുണ്ട്. ഒരു മേഖലയായ മുണ്ടക്കൈ മേഖല ഒന്നാകെ മാറിയിട്ടുണ്ട്. അതെല്ലാം ഒലിച്ചുപോയ സ്കൂളുകളുണ്ട്, അവിടെ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, ടൗണുകളുണ്ട്. ഇതെല്ലാം മണ്ണിനടിയിൽ പൂണ്ടുപോയി കിടക്കുകയാണ്. ഈ മണ്ണിനടിയിൽ, ഈ മണ്ണാടത്തിൽ ഇനിയും എത്ര ജീവനുകളുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയുക വയ്യ ക്രിസ്റ്റീന.